Hello everyone, welcome to my channel. So today I am taking you all to the one of the most iconic journeys in Sydney. അതാണ് നമ്മുടെ ഫെറി റൈഡ് ഫ്രം സർക്കുലർ കെ ടു മാൻലി. ഈ പടത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ഈ കാണുന്ന ഈ വലിയ ഷിപ്പിലാണ് ഇന്ന് റൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു റൈഡ് മാത്രമല്ല, ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിൽ. ശരിക്കും നമുക്ക് സിഡ്നി ഹാർബർ ബ്രിഡ്ജും അതുപോലെ തന്നെ ഒപ്പേര ഹൗസും കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു നല്ല കാലത്തിനാണോ അതോ മോശം കാലത്തിനാണോ എന്നറിയത്തില്ല, ഞാൻ ഈ ട്രിപ്പ് കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ബട്ട് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്ത ആ ഡേ വളരെ മഴയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് സാധാരണ നമ്മൾ ഈ ഫെറിക്കകത്ത് കയറുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡോറ് കാണും. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങി നമുക്ക് അങ്ങനെ വീഡിയോ പിടിക്കാമെന്ന്. പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അല്ലാതെ ഞാൻ അകത്തിരുന്നാണ് വീഡിയോ പിടിച്ചത്. പക്ഷെ അങ്ങനെ അകത്തിരുന്ന് പിടിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ നോർമൽ ഗ്ലാസ് അല്ലേ, അപ്പോൾ ആ ഗ്ലാസ്സിൽ നിന്ന് ഗ്ലെയർ അടിക്കുന്നുണ്ടായി. അതുകൊണ്ട് വീഡിയോ അത്ര ക്ലാരിറ്റിയിലല്ല കിട്ടിയത്. പിന്നെ ടൈമിങ്, ഞാൻ പോയത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് വെട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. നമ്മളിപ്പോൾ ഫെറിക്ക് അകത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫെറി എന്ന് പറയുന്ന ഒരു 2 ടയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. താഴെയും കുറേ പേർക്ക് ഇരിക്കാം, മുകളിലും ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുകളിലാട്ടോ ഇരുന്നത്. അപ്പോൾ അവിടെ കുറേ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് മുകളിലേക്ക് കയറുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ല, എന്നാൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ചെറിയ ബോട്ട് പോകുന്ന കാണാം. ശരിക്കും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഈ വേവ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഈ ഫെറി ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങും താങ്ങും അത് നോർമലി ഉണ്ട്, അതല്ലാതെ കുറച്ച് ഓവറായിരുന്നു ഈ റൈഡിൽ. ഇപ്പം നൈറ്റ് ടൈം ആയതുകൊണ്ട് നൈറ്റ് വ്യൂ ആണ്. ഇപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സർക്കുലർ കെയിൽ നിന്ന് നമ്മൾ മാൻലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ട്രിപ്പിലെ വ്യൂസാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫെറി കയറി നമ്മൾ റൈറ്റ് സൈഡിൽ ഇരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫെറി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡായി പോകും. അപ്പോൾ എനിക്ക് ഒപ്പേര ഹൗസും കാണണം, മറ്റേ സിഡ്നി ഹാർബർ ബ്രിഡ്ജും കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ അത് ലെഫ്റ്റ് ആയി പോകും, ലെഫ്റ്റ് ഇരിക്കുമ്പോൾ റൈറ്റ് ആയി പോകും. അതും ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഏത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് ഫില്ലാകും കേട്ടോ സൈഡ് സീറ്റ്. സൈഡ് സീറ്റിനാണ് ഇവിടെ അടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ ലേറ്റായിട്ട് വന്ന ഒരു ഫെറി ആയിരുന്നു ഇത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നമ്മുടെ മാൻലിയിലെ സ്റ്റോപ്പ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ ചെറിയ ചെറിയ ഷിപ്പുകൾ കാണാൻ പറ്റും. ഷിപ്പല്ല, ബോട്ട്. ഇങ്ങനെ നമ്മുടെ വാർഫ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ മാൻലിയിൽ ഇറങ്ങി അടുത്ത ടാപ്പ് ഓഫ് ചെയ്തിട്ട് അടുത്ത ഫെറി കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി തിരിച്ച് സർക്കുലർ കെയിലേക്ക് എത്തണമല്ലോ. അപ്പോൾ തിരിച്ച് വരുന്ന ട്രിപ്പാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ചെങ്കിലും വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഇരുട്ടാട്ടോ. നിങ്ങൾക്ക് ഗ്ലെയർ ഒക്കെ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ക്ഷമിക്കുക. ഇതൊരു നല്ല ട്രിപ്പ് തന്നെയാണ്. കുറച്ച് നേരത്തെ നമ്മൾ പോവുകയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ട്രിപ്പാണ്. പിന്നെ ക്ലൈമറ്റ് നോക്കി സെറ്റാക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ നമുക്ക് ഒപ്പേര ഹൗസിൻ്റെ ഒരു ചെറിയ വ്യൂ അവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ സിറ്റി ലൈഫ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. കുഞ്ഞു ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതല്ലാതെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒപ്പേര ഹൗസും അതുപോലെ തന്നെ ഹാർബർ ബ്രിഡ്ജും കൂടെ കാണിച്ചുകൊണ്ട്. ജസ്റ്റ് ഞാൻ ഫെറി റൈഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ കേട്ടോ. സോ
സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫോളോ ചെയ്യണം. താങ്ക് യു.